നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദ്രോഹിച്ചവരിൽ, വേദനിപ്പിച്ചവരിൽ ആദ്യമായിട്ട് മുൻപന്തിയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഈ ഉത്ബ എന്ന് പറഞ്ഞാൽ ലഅനഹുല്ലാഹ്. അയാൾ 4 വലിയ കല്ലുകൾ എടുത്തു. ആ 4 കല്ലുകൾ ഒന്നിന് പിറകെ ഒന്നായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുമേനിയിലേക്ക്, മുബാറക്കായ അവിടുത്തെ മുഖത്തിലേക്ക് ഇങ്ങനെ വലിച്ചെറിയാൻ തുടങ്ങി. ഈ 4 കല്ലും അവിടുത്തെ മുഖത്തേക്ക് വന്ന് പതിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറിഞ്ഞു വീഴുകയും ചെയ്തു. ഈ കല്ല്, ഉത്ബ എറിഞ്ഞ കല്ലിലൂടെ നബി തങ്ങൾക്കുണ്ടായ മുറിവ്, അവിടുത്തെ റുബാഇയത്ത്, വലതുവശത്തെ താഴെയുള്ള റുബാഇയത്തിന്റെ പല്ല് പൊട്ടി, പറഞ്ഞു പോയിട്ടില്ല, മറിച്ച് അത് പൊട്ടുകയായിരുന്നു. അവിടുത്തെ മുബാറക്കായ ചുണ്ട് അത് മുറിഞ്ഞു, അതിങ്ങനെ കീറി താഴേക്ക് വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിലുണ്ടായിരുന്ന തൊപ്പി അത് പൊട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുബാറക്കായ മുഖത്തിൽ നിന്ന് ചോര, രക്തം ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയാ, ഞാൻ ഒരു വ്യക്തിയെയും കൊല്ലണമെന്ന് എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിച്ചിട്ടില്ല. കഹിർസി അലാ ഖത്ലി ഉത്ബ ബിൻ അബി വഖാസ്, എൻ്റെ സഹോദരൻ ഉത്ബ ബിൻ അബി വഖാസിനെ കൊല്ലണമെന്ന് ഞാൻ ആഗ്രഹിച്ചതുപോലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ വേറൊരാളെയും കൊല്ലാൻ വേണ്ടി ആഗ്രഹിച്ചില്ല. കാരണം എൻ്റെ സഹോദരനാണെങ്കിലും എൻ്റെ ഹബീബിനെ മുറിവേൽപ്പിച്ചവനാണ്, എൻ്റെ ഹബീബിൻ്റെ ചുണ്ട് പൊട്ടിച്ചവനാണ്, എൻ്റെ ഹബീബിൻ്റെ പല്ല് ഷഹീദാക്കിയവനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യമാണ്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു അയാളെ കൊല്ലാൻ വേണ്ടി കഴിഞ്ഞില്ല. കാരണം റസൂലുള്ളാഹിനെ ഇത്രയും ബുദ്ധിമുട്ടിച്ചപ്പോൾ മറിഞ്ഞു വീണെടുത്തുനിന്ന് അവിടുന്ന് ദുആ ചെയ്തു, അല്ലാഹുമ്മ ലാ തുഹിൽ അലൈഹിൽ ഹൗല ഹത്താ യമൂത കാഫിറ. പടച്ചവനെ, ഇവൻ്റെ മേൽ നീ 1 വർഷം തികക്കല്ലേ, അതിനു മുമ്പ് ഇവനെ കാഫിറായി നീ മരിപ്പിക്കണമെന്ന് റസൂലുള്ളാഹി ദുആ ചെയ്തു. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ പോലെ തന്നെ അടുത്ത 1 വർഷം തികയുന്നതിന് മുമ്പ് നിന്ദ്യനായി, കാഫിറായി, നരകവാസിയായി ഈ നീചൻ മരണപ്പെട്ടു. റൗദുൽ ഉൻഫ് എന്ന് പറഞ്ഞിട്ട് ഇബ്നു ഹിഷാമിൻ്റെ സീറയെ ശറഹ് ചെയ്യുന്ന ഒരു കിതാബുണ്ട്, ഇമാം സുഹൈലി റഹിമഹുള്ളയുടെ കിതാബാണ്. ആ കിതാബിൽ പറയുന്നുണ്ട്, ഇതിന് ശേഷം ഈ ഉത്ബയുടെ ലഅനഹുല്ലാഹ്, ഈ നീചൻ്റെ, ഈ വൃത്തികെട്ടവൻ്റെ പരമ്പരയിൽ ഏതൊക്കെ ആൾ ജനിച്ചിട്ട് അവരൊക്കെ പ്രായപൂർത്തിയാകുന്ന പ്രായത്തിലെത്തിയോ അവരെല്ലാവരും അഹ്തമും അബ്ഖറുമായിരുന്നു എന്നാണ്. ഇതിൻ്റെ പരമ്പരയിൽപ്പെട്ട പ്രായപൂർത്തിയായ മുഴുവൻ ആളുകളും അഹ്തമും അബ്ഖറുന്നാണ്. അഹ്തമിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? മുൻപല്ല് പൊട്ടിയവരായിരുന്നു എല്ലാവരും. അബ്ഖർ എന്ന് പറഞ്ഞാൽ ശക്തമായ വായുനാറ്റമുള്ളവരുമായിരുന്നു. കാരണം എന്താ? അള്ളാഹു വെറുതെ വിടൂല. അവൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിഷമിപ്പിച്ചിട്ട് തൗബ ചെയ്യാതെ മരിച്ചുപോയ ഒരാളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല വെറുതെ വിട്ടിട്ടില്ല. ആ ഗുണം വെച്ചിട്ട് അവരുടെ കുടുംബം പിന്നീട് അറിയപ്പെട്ടിരുന്നു.